ഹലോ ഗൈസ്, ഇന്ന് പെട്ടെന്ന് നമുക്കൊരു ചീമച്ചക്ക തീയൽ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നൊസ്റ്റു ആയിട്ടുള്ളൊരു സാധനമാണ്. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തുണികളുടെ സൈഡിൽ ഈ ഒരു ചീമച്ചക്കയുടെ മരം ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും അത് വെട്ടിക്കളഞ്ഞു. പിന്നെ കാണുന്നത് ദൈ ഇപ്പോഴാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മ തന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മയുടെ കയ്യിൽ ആകെ 2 എണ്ണേ ഉള്ളായിരുന്നു. ആ 2 എണ്ണം ഇനി തന്നിട്ടു. അപ്പോൾ അതിലെ ഒന്നെടുത്ത് ഇന്ന് തീയൽ വെക്കാമെന്ന് കരുതി. അപ്പം എന്തേ അതിങ്ങനെ അങ്ങോട്ട് ചെത്തി മിനുക്കി വൃത്തിയാക്കി അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി എന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് പകുതി മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമുക്ക് തീയലിന് കുറച്ച് ഏറെ ചെറിയ ഉള്ളി വേണം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് പൊളിച്ച് വൃത്തിയാക്കി ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാവേ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി കുറച്ച് കറയൊക്കെ ഉണ്ട് കേട്ടോ ചീമച്ചക്കയ്ക്ക്. അതൊക്കെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ പിന്നെ നമ്മളിതേ ഇവിടെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ചീമച്ചക്ക ഇതേപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞു. പിന്നെ കുറച്ച് തേങ്ങ കൊത്തുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു തീയലിന് വേണ്ട കഷ്ണങ്ങൾ. അപ്പോൾ തീയൽ നമ്മൾ നല്ല വറുത്തരച്ച തീയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ റെഡിയാക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ തേങ്ങ നല്ല കുഞ്ഞായിട്ട് തിരുമ്മി അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണേ. അങ്ങനെ തേങ്ങ ഒരു സൈഡിൽ മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ തീയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴച്ചെടുക്കണേ. അങ്ങനെ അതേ വേറൊരു പാനിലേക്ക് നമ്മുടെ തീയലിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ മൂപ്പിക്കുന്ന തേങ്ങയ്ക്കകത്ത് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം എന്ത് ചെയ്യും, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വഴറ്റാൻ വെച്ചിരിക്കുന്ന തീയലിന്റെ കഷ്ണത്തിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കരിയാപ്പിലയും പിന്നെ കുറച്ച് എണ്ണയും കൂടെ അങ്ങോട്ട് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ തികയാതെ വന്നപ്പോൾ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുടങ്ങ് വഴറ്റി വൃത്തിയാക്കി. പിന്നെ അതേ കഷ്ണത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളകുപൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ വറുത്ത അല്ലെങ്കിൽ നല്ലപോലെ മൂപ്പിച്ച ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണേ. അങ്ങനെ നല്ലപോലെ തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കടുവും കൂടെ വറുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീമച്ചക്ക തീയൽ. അപ്പോൾ എല്ലാവർക്കും